അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് കേട്ടോ. രാവിലെ എണീറ്റതിന് ശേഷം നമ്മൾ ഇവിടെ ചെറിയ രീതിയിലുള്ളൊരു സദ്യ വെക്കാറുണ്ട്. കാപ്പിയുടെ തകർന്ന് നമ്മള് ഇതിപ്പോ രാവിലെ സാമ്പാറ്, ഒരു തട്ട് വെച്ചിട്ടുണ്ട്. അതെ, ഇഡലി ഇതിന് തണുക്കാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇത് പരിപ്പ് വേവാൻ വെച്ചേക്കാണ്. ഓക്കെ, പിന്നെ നമ്മളതാ ഉച്ചക്കുള്ള ചോറിനുള്ള വെള്ളവും പഞ്ചാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേ മീനൂട്ടി നമ്മൾ അടുത്തുള്ള മീനൂട്ടിയുടെ കൂട്ടുകാർക്ക് വേണ്ടി കേക്കൊക്കെ കൊടുക്കാൻ പോയാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കൊടുത്തിട്ട് മീനൂട്ടി ഓടി വരെയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നപ്പോൾ അതിൽ ഞാൻ നമ്മുടെ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ എല്ലാമൊന്നുമില്ല, കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ. വെള്ളരിക്ക കുറച്ച്, പിന്നെ വെണ്ടയ്ക്ക, തക്കാളി, അമ്മരയ്ക്ക, ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്ത്, കായം ഇട്ട് കൊടുത്തു. ഇനി ബാക്കി മസാലപ്പൊടികളൂടെ ചേർത്ത് കൊടുക്കണം. എന്താ ചോറ് ഉണ്ടോ? ചോറിന് നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് അത് തിളച്ച് വന്നിട്ടുണ്ടേ. പെട്ടെന്ന് വേഗം അരിയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വാങ്ങിച്ച പുതിയ മുളക് ആയതുകൊണ്ട് ഒന്നും മുത്തുപൂർവ്വം കൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. കറക്റ്റ് എരിവ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. പിന്നെ അതിലേക്ക് നമ്മുടെ സാമ്പാർ പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മതി കേട്ടോ, കുറച്ച് മതി. പിന്നെ നമ്മളെ എന്താ സംഭവം, മല്ലിപ്പൊടി. മല്ലിപ്പൊടി എന്താ മല്ലിപ്പൊടിയും കൂടെ കുറച്ച് ആഡ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടോ. ഉപ്പും കാഴിഞ്ഞ ഇട്ട്, പുളിയും പൊഴിഞ്ഞ് വീത്തിയിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുത്തു. പരിപ്പ് വെന്ത് കിട്ടിയേട്ടാ പെട്ടെന്ന്. നല്ല കളറുണ്ട്. മുളക് പൊടി കൂടിപ്പോയോ? നല്ല ഉണ്ടോ? മുളക് പൊടി കൂടിപ്പോയോ? ഉപ്പ് കൊണ്ടാ. അതിനെ നമ്മുടെ സാമ്പാർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടേ. കിച്ചടിക്ക് വേണ്ടി ഞാൻ സാമ്പാർ റെഡി ആവുന്ന സമയം കൊണ്ട് വെറുതെ ഇരിക്കണ്ട, ജോലി അങ്ങ് കാപ്പി കുടിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെയ്തൊക്കെ ഒന്ന് അടുപ്പിലോട്ട് വെക്കാന്ന് വിചാരിച്ചു. കിച്ചടിക്ക് വേണ്ടി ബീട്രൂട്ട് ഇത്ര സൈസുള്ള ഒരു കുഞ്ഞിതാണ് എടുത്തത്. നമ്മള് വേവിക്കാനായിട്ട് വെക്കണം. ഇങ്ങനെ പ്രത്യേകമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ വേണമെങ്കിൽ വീഡിയോ എടുക്കാൻ അറിയില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോയി മറന്നു കേട്ടോ ഇടയ്ക്ക് വീഡിയോ എടുക്കാനൊക്കെ. അപ്പൊ ഇതാ നമ്മുടെ സാമ്പാർ റെഡിയായി. നമ്മൾ അതിൽ കടുവൊക്കെ താളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കാപ്പി കുടിക്കാം. അപ്പൊ കൂട്ടുകാരെ, അമ്മ കഴിക്കാൻ പോണോണ്ട് അമ്മക്ക് 3 സാമ്പാർ എടുത്ത് വെച്ച് കഴിക്കാൻ പോവേണ്. കണ്ടല്ലോ, കണ്ട, ഇതാണ് നമ്മളെ സാമ്പാർ. കൂടുതൽ എടുക്കാം. അമ്മ അരി ഇട്ടോ? മതി. ശരി. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചോറ് വടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വടിച്ച് വെച്ചേക്കാണേ. ഇനി നമുക്കത് തോർത്തണം. തോർത്ത് വെച്ചിട്ട് ഇത് നമ്മുടെ ക്യാബേജ് തോരനാണേ. ഞാൻ അരിഞ്ഞ് വെച്ചേക്കാണ് കേട്ടോ. ഞാൻ പൊടിച്ചുതരാം. അപ്പോൾ കൂട്ടുകാരെ, ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഇതാ സേമിയ പായസം വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് സേമിയ, മുഴുവൻ സേമിയ ഉണ്ടല്ലോ, അതാണ് കേട്ടോ വേണ്ടത്. സാധാരണ നമ്മൾ കിറ്റാണ്, മറ്റേ മിക്സാണ് വാങ്ങിക്കുന്നത്. അത് തവണ കിട്ടിയില്ല. സേമിയ മിക്സാണ് വാങ്ങിക്കണത് കേട്ടോ. അതാണ് നമുക്ക് സത്യത്തിൽ കറക്റ്റായിട്ട് വരുന്നത്. പക്ഷെ അത് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഇതാ ഇത് വാങ്ങിച്ചിട്ട്. ഇത് എത്ര ഉണ്ടായിരുന്നു കേട്ടോ? 200 ഗ്രാമിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതാ എടുത്ത് അതിനി ഒന്ന് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മുടെ സേമിയ പായസത്തിന് വേണ്ടി നമ്മളത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഉരുളി വെച്ചിട്ട് അതിൽ നല്ലതായിട്ട് നമ്മളിതാ വറുത്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് ഫുള്ളൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് കാണാമേ. അപ്പോൾ കൂട്ടുകാരി, നമ്മുടെ പായസം ഇവിടെ റെഡി ആയി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോസ് എല്ലാം നമ്മൾ മിസ്സായി പോയി. നമ്മൾ പെട്ടെന്നേ ഓർത്തിട്ടോ വീഡിയോ എടുക്കണതൊക്കെ. പിന്നെ അതാ നമ്മളിവിടെ ഒരു ക്യാബേജ് തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്നും വീഡിയോ എടുക്കേണ്ട കാര്യമില്ല, എല്ലാ കൂട്ടുകാർക്കും തോരൻ വെക്കാനൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത് നമ്മളിതാ ഒരു തോരൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് കറികളൊന്നും ഇല്ല കേട്ടോ, സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞ് സദ്യയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിതാ ചോറ് കഴിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട്, ചിപ്സ് ഉണ്ട്, കിച്ചടി ഉണ്ട്, ക്യാബേജ് തോരൻ, നമ്മൾ തന്നെ ഇട്ട മാങ്ങ അച്ചാറ്, സാമ്പാർ, പായസം, ഇല വെച്ചിട്ടുണ്ട്. മീനും കൂടി അവിടെ പായസം കുടിച്ചുകൊണ്ടിരിക്കുന്നു.
അങ്ങനെ നമ്മളെല്ലാവർക്കും ചോറൊക്കെ എടുക്കുകയാണ് കേട്ടോ. ചോറെടുത്തു, നമ്മൾ നേരെ ഇലയിൽ ഏകദേശമുള്ള എല്ലാം ആക്കിയിട്ടുണ്ട്. ഇവിടെ വാവച്ചി കസേരയിലാണ് ഇരുന്നത് കേട്ടോ. ടീപ്പോയിലാണ് ഇലയിട്ടെടുത്തത്. അന്ന് ഞങ്ങൾക്ക് തറയിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ മേലിലാണ് ഇരുന്നത്. നമ്മുടെ വായിക്കൂടെ എല്ലാവരും നമ്മൾ താഴെ ഇരുന്നേ. വിഭവങ്ങളെല്ലാം വളരെ കുറവായിരുന്നെന്നറിയാമല്ലോ. പക്ഷെ എന്നാലും നമുക്ക് വളരെ അടിപൊളിയായിട്ടുള്ളൊരു സദ്യ തന്നെയാണ്. അതെ, നമുക്ക് ഇത് തന്നെ ധാരാളമാണ്. ഓവറായിട്ടുണ്ടാക്കിയാൽ അതെ തീരത്തില്ല, ഇത് കഴിച്ച് തീരത്തുമില്ല. ഇതാകുമ്പോൾ കറക്റ്റാണ്, നമുക്ക് എല്ലാവർക്കും കറക്റ്റായിരിക്കും. ഫുഡ് കഴിച്ചിട്ട് കേട്ടോ ഭയങ്കര തിരക്കാണ് കേട്ടോ. വയറ് വിശന്നിരിക്കുകയാണെന്ന് അല്ലേ, ഭയങ്കര ബിസി. ബർത്ത്ഡേ ആഘോഷമൊക്കെ ഇവിടെ തീർന്നു. ഞാൻ സത്യായിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വീണ്ടും പായസം ആർക്കൊക്കെ കൊണ്ട് കൊടുത്തു നീ? അച്ഛനും എന്താ ചേച്ചിക്ക് എന്താ അവിടെ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കണ കുറച്ച് പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തല്ലേ? ചിറ്റാവുള്ളവർക്ക് കേക്കൊക്കെ കൊടുത്ത് മിഠായി കൊടുത്ത്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. Thanks for watching. Ta-ta.